तेरा तेरा कहते बाबा, तेरा तेरा कहते बाबा। शिव पे हो गया तू बलिहार, शिव पे हो गया तू बलिहार। ब्रह्मा तेरे तन मन ने, ब्रह्मा तेरे तन मन ने विश्व का किया उद्धार, विश्व का किया उद्धार। तेरा तेरा कहते बाबा, तेरा तेरा कहते बाबा। त्याग तेरा बन गया लक्ष्य इस जहान का, त्याग तेरा बन गया लक्ष्य इस जहान का। तेरे तप ने कर दिया पावन मन इंसान का, तेरे तप ने कर दिया पावन मन इंसान का। दिन रात की तेरी सेवा, दिन रात की तेरी सेवा। ഓം ശാന്തി. ഇന്ന് നമുക്ക് ജഗദീഷ് ഭായിയുടെ കൂടെയുള്ള സുന്ദര അനുഭവം നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത് ജ്ഞാനാമൃത പ്രസിൻ്റെ സേവനങ്ങളുടെ എല്ലാം ഇപ്പോൾ ബാബയുടെ പ്രിൻറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ചുമതല നോക്കുന്ന ആത്തം പ്രകാശ് ഭായിജി. ആത്തം പ്രകാശ് ഭായിജി ജഗദീഷ് ഭായിയുടെ കൂടെ നിർത്തി ബാബ ബ്രഹ്മബാബ ഉള്ളപ്പോഴേ 60കളിലെ ട്രെയിനിങ് കൊടുത്തിരുന്നു. ഭായിജി ആണ് ഇന്ന് ജഗദീഷ് ഭായിയുടെ അനുഭവം നമ്മളോട് പറയണത്. ഇന്ന് ജഗദീഷ് ഭായിയുടെ അനുഭവങ്ങളുടെ ലാസ്റ്റ് ഭാഗമാണ്. ബ്രഹ്മകുമാർ ആത്തം പ്രകാശ് ഭായ് തൻ്റെ അനുഭവം ഇപ്രകാരം കേൾപ്പിക്കുകയാണ്. 1957 ജഗദീഷ് ഭായിയെ ഞാൻ ഈ കൽപ്പത്തിൽ ആദ്യം കണ്ടുമുട്ടുന്നത്. ആ സമയത്ത് മമ്മയും ബാബയും ഡൽഹിയിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി പോയി. അവിടെ വെച്ച് ജഗദീഷ് ഭായിയെ കണ്ടതും വളരെയധികം സ്നേഹത്തോടെ എന്നെ ആലിംഗനം ചെയ്തു. അപ്പോഴെനിക്ക് ഫീൽ ചെയ്തു നീണ്ട കാലം എനിക്ക് നഷ്ടപ്പെട്ടു പോയ, എൻ്റെ അടുത്തുനിന്ന് വേർപെട്ടു പോയ അതിസ്നേഹിയായ സഹോദരനെ എനിക്ക് വീണ്ടും കിട്ടി. വിശ്വവിദ്യാലയത്തിൻ്റെ ആദ്യത്തെ ഹിന്ദി മാസിക ത്രിമൂർത്തി എന്ന പേരിൽ ആ സമയത്ത് ഇറങ്ങിയിരുന്നു. ആ പത്രിക ജഗദീഷ് ഭായിയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത് പഠിക്കുമായിരുന്നു, സ്ഥിരം അതിൻ്റെ പഠിതാവായിരുന്നു. കൂടാതെ അതിലെ ലേഖനങ്ങളുടെ ആഴം, സ്പഷ്ടത, അത് വായിക്കുമ്പോൾ തന്നെ അത് തയ്യാറാക്കുന്ന ജഗദീഷ് ഭായിയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വളരെ മഹത്വപൂർണമായ വ്യക്തിയുടെ, മഹാനതയുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ സ്ഥാനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊടുത്തിരുന്നു. കൂടാതെ അദ്ദേഹം എഴുതിയ പുസ്തകം റിയൽ ഗീത, സത്യമായ ഗീത, അതും അപ്പോഴേക്കും ഞാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു.
ഈ 2 പുസ്തകങ്ങളും കാരണം എൻ്റെ മനസ്സിൽ ഭായ് സാബിനെ പ്രതി വളരെയധികം സ്നേഹവും ആദരവും അഭിനന്ദനങ്ങളും കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹം കണ്ടതും എന്നെ ആലിംഗനം ചെയ്ത് ആത്മീയ സ്നേഹം പങ്കുവച്ചത്. അതോടുകൂടി എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. 1962 ബ്രഹ്മബാബ സാഹിത്യത്തിൻ്റെ ലിറ്ററേച്ചറിൻ്റെ പ്രിൻറ്റിംഗ് സംബന്ധിച്ച സേവാർത്ഥം എന്നെ ഡൽഹിയിൽ ജഗദീഷ് ഭായിജിയുടെ കൂടെ 2 വർഷം നിർത്തി. അദ്ദേഹത്തോടൊപ്പം ജീവിച്ച് ഈശ്വരീയ സേവനങ്ങൾ ചെയ്യുന്നതിനുള്ള വിഭിന്നമായ അനുഭവങ്ങൾ പ്രാപ്തമായി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ത്യാഗമയ ജീവിതത്തെയും ഉയർന്ന ധാരണകളാൽ സമ്പന്നമായ ജീവിതത്തിൻ്റെയും ലാഭം എനിക്കും കിട്ടി. ഞാൻ അത്ഭുതപ്പെട്ടു. എത്ര വലിയ മഹാൻ വിഭൂതി, എത്ര വലിയ മനുഷ്യൻ, പക്ഷെ ജീവിതം എത്ര ലളിതം, ത്യാഗപൂർണ്ണം. പക്ഷേ ജീവിതധാരണകൾ എത്ര ഉറച്ചത്, ഉയർന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തോടൊപ്പം സേവനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കണ്ട് എനിക്ക് അത്ഭുതം തോന്നി. ഉച്ച യോഗസ്ഥ സ്ഥിതിക്ക് അനുഭവം. മറ്റൊരു വിശേഷത ഭായ് സാബിൻ്റെ പറയുന്നത്, ഭായിജി എപ്പോഴും അദ്ദേഹത്തിൻ്റേത് യോഗയുക്ത സ്ഥിതി, ഉയർന്ന യോഗ അവസ്ഥയിലാണ് സദാ കാണപ്പെട്ടത്. ഏത് വ്യക്തിയും കാര്യക്ഷേത്രത്തിൽ ജീവിതത്തിൻ്റെ വ്യാവഹാരിക തലത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും പല സംഭവങ്ങളുടെയും സ്വാധീനം വ്യക്തികളുടെ വ്യക്തിത്വത്തിലുണ്ടാകാറുണ്ട്. പക്ഷേ ഭായ് സാബിൻ്റെ ജീവിതത്തിൽ വ്യാവഹാരിക ജീവിതം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് പറഞ്ഞാൽ തന്നെ, ദൈനംദിന ജീവിതം, അദ്ദേഹത്തിൻ്റെ വ്യവഹാരം തന്നെ വിശേഷതകൾ നിറഞ്ഞ് വലിയൊരു ലിസ്റ്റ് തന്നെ വേണമെങ്കിലും ഉണ്ടാക്കാം. പ്രാക്ടിക്കൽ ലൈഫ്. മഹാജ്ഞാനി, മഹായോഗി, മഹാനായ എഴുത്തുകാരൻ, മഹാനായ വക്താവ്, മഹാനായ സേവാധാരി. ഞാൻ എന്താ പറയാതിരിക്കുക അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ. എഴുതും തോറും അദ്ദേഹം കൂടുതൽ പൂർണ്ണതയുള്ള മാനവനായി തീർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെ എത്രത്തോളം ആഴമാർന്ന ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ അത്ഭുത രഹസ്യങ്ങളാണ് പുറത്തു വന്നത്. ഏത് അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെയും കണ്ണ് തുറന്ന് പരംപിതാ പരമാത്മാവിലേക്ക് ആകർഷിക്കപ്പെടുന്ന തരത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകങ്ങൾ. വലിയ വലിയ പ്രസിദ്ധരായ ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുമായിരുന്നു. ജ്ഞാന ചർച്ചകൾ അദ്ദേഹത്തോടൊപ്പം ചെയ്തിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആത്മീയമായ ഗുണങ്ങളുടെ പ്രഭാവം ഇത്രയധികം അവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പലരും പറഞ്ഞിരുന്നു, ഞങ്ങൾ അങ്ങയിൽ ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വലിയ വലിയ ആൾക്കാർ പോലും അദ്ദേഹത്തോട് ഇടപഴകി പോകുമ്പോൾ പറയാറുണ്ട്. എപ്പോൾ ഭായ് സാബുമായിട്ട് കാര്യവ്യവഹാരം ചെയ്യുകയാണെങ്കിലും ജ്ഞാന ചർച്ച മാത്രമേ അദ്ദേഹം ചെയ്തിരുന്നുള്ളൂ. ഒരിക്കൽ അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു, എന്താണ് ഏകാഗ്രത? അദ്ദേഹം തന്നെ പിന്നീട് അതിന് സ്പഷ്ടീകരണം തന്നു. ഏതെങ്കിലും ഒരു ജ്ഞാന ബിന്ദുവിനെ പ്രതി നിരന്തരം ചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഏകാഗ്രത.
അതിനിടയിൽ ബുദ്ധി രണ്ടാമതൊരു കാര്യത്തിലേക്ക് പോകരുത്. അദ്ദേഹം ഇതും പറയുമായിരുന്നു, താങ്കൾക്കൊരു നല്ല അനുഭൂതി കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും റെഡ് ലൈറ്റ് മാറ്റി വൈറ്റ് ലൈറ്റ് ഇട്ടാൽ പോലും താങ്കളുടെ ആനന്ദമയമായ അനുഭൂതിയിൽ നിന്ന് താഴേക്ക് വരികയേ ചെയ്യരുത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം, എപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഇരുന്നാലും സേവനം ചെയ്യുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഉയർന്ന യോഗത്തിൻ്റെ സ്ഥിതി അനുഭവമാക്കുമായിരുന്നു. എപ്പോഴാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും യോഗയുക്തമാക്കുമായിരുന്നു. അതായത് ഏതെങ്കിലും അദ്ദേഹം യോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, ഏതെങ്കിലും വിശേഷ അവസരങ്ങളിലും ആയിരുന്നില്ല, ഏത് സമയത്തും അദ്ദേഹത്തെ കാണപ്പെട്ടിരുന്നത് സ്വാഭാവികമായും ആത്മസ്മൃതിയിലും പരമാത്മസ്മൃതിയിലും മുഴുകിയായിരുന്നു സദാ. അതുകൊണ്ട് നമുക്കും അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയാൽ, അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചാൽ, ഇടപഴകിയാൽ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലും ആത്മിക സ്മൃതിയും പരമാത്മസ്മൃതിയും സ്വാഭാവികമായിട്ട് വരുമായിരുന്നു. അദ്ദേഹത്തിന് ബാബയോട് തീവ്രമായ ഉള്ളുകൊണ്ടുള്ള സ്നേഹമായിരുന്നു. അതുപോലെ സേവനങ്ങളിൽ വളരെയധികം ഉണർവും ഉത്സാഹവുമായിരുന്നു. ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഡൽഹിയുടെ വിഭിന്ന സ്ഥലങ്ങളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. പ്രിൻറ്റിങ് സംബന്ധിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എവിടെ പ്രിൻറ്റിങ്, എവിടുന്ന് പേപ്പർ വാങ്ങണം, എവിടെയാണ് ബ്ലോക്കുകൾ സെറ്റ് ചെയ്യുക, എല്ലായിടത്തേക്കും നടന്നാണ് പോകുക. അദ്ദേഹം വളരെ നീണ്ട സ്റ്റെപ്പ് വയ്ക്കും, വേഗത്തിൽ നടക്കും. എനിക്ക് അദ്ദേഹത്തോടൊപ്പം എത്താൻ ഓടണമായിരുന്നു പലപ്പോഴും. സേവനത്തെ പ്രതിയും ബാബയോടും വളരെയധികം അകമഴിഞ്ഞ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷം ഈശ്വരീയ യജ്ഞത്തിൽ ശരീരവും മനസ്സും ശ്വാസവും സങ്കല്പവുമെല്ലാം വിശ്വസേവാർത്ഥം സഫലമാക്കിയിട്ട് കടന്നുപോയ മഹാനാണ്. ദൃഷ്ടിയിൽ നിന്ന് അദ്ദേഹം അപ്രത്യക്ഷമായെങ്കിലും മനസ്സുകളിൽ നിന്നൊരിക്കലും ബ്രാഹ്മണരും ഈ യജ്ഞവും ഉള്ളിടത്തോളം കാലം ആരുടെയും മനസ്സിൽ നിന്ന് ജഗദീഷ് ഭായിയുടെ പാർട്ട്, ഗുണങ്ങൾ, വിശേഷതകൾ ഒരിക്കലും അപ്രത്യക്ഷമാക്കില്ല. ഈ വിശ്വമാകുന്ന നാടകവേദിയിൽ പല പാർട്ട്ധാരികൾ വരുന്നുമുണ്ട്, കടന്നു പോകുന്നുമുണ്ട്. ചിലർ ശരീരം വിട്ടു പോകുന്നുവെങ്കിലും ഇതൊരു മായ്ക്കാൻ കഴിയാത്ത സത്യമാണ്. അവർ പോയാലും അവരുടെ മഹാമാനവ വ്യക്തിത്വം, അവരുടെ കർമ്മങ്ങൾ, അവരുടെ സത്യത, അവരുടെ ദീർഘവീക്ഷണം, നിർഭയത, ദൃഢത, അവരുടെ സത്യമായ ആത്മീയ സ്നേഹം, അവരിലെ പവിത്രത, വിശാല ഹൃദയം, ത്യാഗം, ഇപ്രകാരമുള്ള ഗുണങ്ങളുടെ സൂക്ഷ്മമായ ചിത്രം. അവരുടെ ശരീരം പോയാലും ഈ ഗുണങ്ങളുടെ വിശേഷതകളുടെ ചിത്രം അവർ നാടകവേദിയിൽ അവശേഷിപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ ചിത്രം സദാകാലത്തേക്ക് സർവരുടെയും ഉള്ളിൽ പ്രേരണാസ്രോതസ്സായിത്തീരുന്നു. ദൃഷ്ടിയിൽ നിന്ന് അദ്ദേഹം അപ്രത്യക്ഷമായെങ്കിലും ബ്രാഹ്മണരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല. അത്ര ഗുണങ്ങളാലും വിശേഷതകളാലും വിശാലമായ
ഒരു വ്യക്തിത്വമായിരുന്നു ഭായിജിയുടേത്. സിംപ്ലിസിറ്റിയുടെയും മിതവ്യയത്തിൻ്റെയും അവതാരമായിരുന്നു ഭായിജി. ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ ആദ്യം സമർപ്പിതമായ ബ്രഹ്മകുമാരനാണ്. പ്രത്യേകിച്ചും ബഗ്രി പാർട്ടിൻ്റെ ടൈമിൽ ഇന്ത്യയിൽ യജ്ഞം സിന്ധിൽ നിന്ന്, ഹൈദരാബാദിൽ നിന്ന് മധുബനിലേക്ക് വന്നതിന് ശേഷം ഭാരതത്തിൽ നിന്ന് സമർപ്പണമാകുന്ന ആദ്യത്തെ സഹോദരൻ. ധനാഭാവ കാലഘട്ടത്തിലാണ് അദ്ദേഹം യജ്ഞത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രയും ലാളിത്യവും മിതവ്യയവും നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ പരമമായ ലക്ഷ്യം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. ബാബയുടെ യജ്ഞത്തിൽ ഏത് കാര്യം നടക്കുമ്പോഴും ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കാര്യം നടക്കണം, പക്ഷേ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നടക്കണം. കാര്യം ഒന്നാന്തരമായിരിക്കണം, പക്ഷെ ആ ഒന്നാന്തരമായ കാര്യം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ നടത്താം. അതുപോലെ സമയത്തിന് വളരെയധികം മൂല്യം കൊടുത്തിരുന്ന ആളാണ്. ഏത് കാര്യം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാലും അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഉടൻ കണ്ടുപിടിക്കും. അത്രയധികം തിരിച്ചറിയാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഓരോ കാര്യവും പെർഫെക്റ്റായി കാണാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എനിക്ക് തുടക്കത്തിലൊന്നും പൂർണ്ണത കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. അതിലെനിക്ക് സഫലത നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിൽ കുറച്ച് വർഷങ്ങൾ ജീവിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ സന്തോഷം ഉണ്ടാകാൻ തുടങ്ങി. അദ്ദേഹത്തിനും ഫീൽ ചെയ്യാൻ തുടങ്ങി, ഇനി ഞാൻ അധിക നാൾ ഈ ശരീരത്തിലുണ്ടാവില്ല. എനിക്കും അത് മനസ്സിലാകാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഭായിജി പിന്നീട് ഏത് കാര്യങ്ങൾ ഏൽപ്പിച്ചാലും ഉടനുടൻ ആ കാര്യത്തെ പൂർത്തീകരിക്കുമായിരുന്നു. അദ്ദേഹം ശരീരം വിടുന്നതിന് മുമ്പ്, ഏകദേശം 1 മാസം മുമ്പ് അദ്ദേഹത്തെ കാണാൻ ഞാൻ റൂമിലെത്തിയപ്പോൾ അതുവരെ അദ്ദേഹം എഴുതി തന്ന് പ്രിൻ്റ് ചെയ്ത എല്ലാ പുസ്തകങ്ങളുടെയും കോപ്പി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഭായ് സാബ്, ഭരതനെ പോലെ ഞാൻ അങ്ങ് ഏൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ സമയത്ത് അദ്ദേഹം പൂർണ്ണമായും റെസ്റ്റിലായിരുന്നു. ഞാനത് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സ്നേഹത്തോടെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആത്തം ഭായ്, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്കൾ വളരെയധികം അനുഭവിയായി കഴിഞ്ഞു ബാബയുടെ സേവനത്തിൽ. അപ്പോഴേക്കും ഹിന്ദിയിലുള്ള മാഗസിൻ ജ്ഞാനാമൃതം എന്ന പേരിൽ ഇപ്പോൾ വരുന്നുണ്ടല്ലോ, അതിൻ്റെ വരിസംഖ്യയും വളരെയധികം വർദ്ധിച്ചു. ഇതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രയും ദൂരത്തേക്ക്, ഇത്രയും പേരിലേക്ക് ബാബയുടെ സന്ദേശം പോകുന്നുണ്ടല്ലോ. അങ്ങനെ സന്തുഷ്ടതയിലൂടെ അദ്ദേഹം എനിക്ക് ആശീർവാദം തന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഗദ്ഗതമുണ്ടായി. അവസാനം വരെ സേവനം ചെയ്തുകൊണ്ടിരുന്നു, ശരീരം വിടുന്ന നിമിഷം വരെ. ശരീരം വിടുന്നതിന് 1 ആഴ്ച മുമ്പ് ഞാൻ റൂമിലെത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, ലാസ്റ്റ് പുസ്തകം അദ്ദേഹം എഴുതിയത് കാർട്ടൂൺ ഓർ കഹാവത്തെയും, കാർട്ടൂണുകളും കഥകളും. ആ പുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ് അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ആ പുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ് കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു, കുറച്ച് ബാക്കിയുണ്ട് ഭായ് സാബ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം എന്നോട് പറഞ്ഞു, വേഗം ചെയ്യൂ. ആജ്ഞ കിട്ടിയതും ഞാൻ രാത്രിയും പകലും ഇരുന്നത് ചെയ്തു തീർത്തു. അദ്ദേഹം ശരീരം വിടുന്നതിന് 3 ദിവസം മുൻപ് കൊണ്ടുപോയി അതും കാണിച്ചു കൊടുത്തു. ആ പുസ്തകം കണ്ടപ്പോൾ പറഞ്ഞു, ചലോ ഏക് കാര്യ ഭി പൂരാ ഹുവാ. കഴിഞ്ഞു, ഈ കാര്യവും പൂർത്തിയായല്ലോ. സമാധാനം. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. എനിക്ക് വളരെയധികം അദ്ദേഹം നന്ദിയും പറഞ്ഞു. ഇപ്രകാരം അവസാന നിമിഷം വരെ സേവനം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ലേഖനങ്ങളും അനുഭവങ്ങളും ജ്ഞാനത്തിൻ്റെ ഖജനാവും കൊണ്ട് എത്രയും നിറച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ലാഭം ഞാനും നിങ്ങളും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിലൂടെ ഈശ്വരീയ യജ്ഞത്തിൽ തയ്യാറാക്കിയ സംവിധാനങ്ങൾ സ്വയം നഷ്ടോ മോഹാസ്മൃതി ലബ്ധ സ്വരൂപത്തിൽ ജീവിച്ച് കാണിച്ച പ്രാക്ടിക്കൽ ജീവിതം ഈശ്വരീയ നിയമങ്ങളാലും ധാരണകളാലും വജ്രസമാനമാക്കി തീർത്ത അദ്ദേഹത്തിൻ്റെ ആദർശ ജീവിതം സദാ പ്രേരണ തന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമ ശ്വാസം വരെ അദ്ദേഹത്തിന് ഒരൊറ്റ സങ്കല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ശിവബാബയെ വിശ്വത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തണം. സത്യമായ സ്നേഹിയുടെ ഉയർന്ന ആശകളെ നമുക്കെല്ലാവർക്കും ചേർന്ന് പൂർത്തിയാക്കാനുള്ള ദൃഢസങ്കല്പം എടുക്കാം. ഭാവന ബഹൻ ലാസ്റ്റ് സമയത്ത് അദ്ദേഹത്തെ നോക്കിയ സഹോദരിയാണ്. സഹോദരി പറയണേ, ഭായ് സാബ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം ശ്രദ്ധ വെച്ചിരുന്നു. ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിന് വരുന്നവർ കാർ പാർക്കിംഗ് എവിടെ ചെയ്യും, ചെരുപ്പ് എവിടെ അഴിച്ചു വയ്ക്കും തുടങ്ങി സ്റ്റേജ് വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും പ്ലാനിങ് ആദ്യമേ തന്നെ പൂർത്തിയാക്കുമായിരുന്നു. പ്രോഗ്രാമിന് ശേഷം പങ്കെടുത്ത എല്ലാ സേവാധാരികളെയും അവരവരുടെ വിശേഷ സേവനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനം കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഭായ്ജി അങ്ങയുടെ തലച്ചോറ് ശരിക്കും തലച്ചോറ് തന്നെയാണോ അതോ അത് കമ്പ്യൂട്ടറാണോ? അത്ര അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ജ്ഞാനബിന്ദുക്കൾ. ചില സമയത്ത് ഇത്രയും വലിയ ഭായിയല്ലേ, കാണുമ്പോൾ ഞങ്ങളിങ്ങനെ ഒതുങ്ങി നിൽക്കും. പക്ഷെ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഓം ശാന്തി പറയും, വിശേഷങ്ങൾ ചോദിക്കും. ദിവസവും രാത്രിയിൽ ബ്രാഹ്മണർക്കായി ക്ലാസ് എടുക്കും. ഞങ്ങളെല്ലാവരെയും റിഫ്രഷ് ആക്കും. വളരെയധികം ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എല്ലാവരുടെയും വിശേഷതകളെ സ്മരിച്ച് മഹിമ പാടും. ഒരിക്കൽ എന്നോട് ചോദിച്ചു, സഹോദരിക്ക് ഏറ്റവും നന്നായി ഉണ്ടാക്കാൻ അറിയുന്ന ടോളി ഏതാണ്? എന്നാൽ അത് ഉണ്ടാക്കിക്കൊണ്ട് വരൂ, അതുണ്ടാക്കിക്കൊണ്ട് വന്നാൽ നാളെ ഞാൻ ഗുൽസാർ ദാദിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും വളരെയധികം ചെറിയ ഒരു കന്യകയാണെങ്കിൽ പോലും അവർക്കും ഭൈസാബ് അറ്റൻഷൻ വെച്ച് പാലന കൊടുത്തിരുന്നു. ഒരു പുതിയ ഫ്രൂട്ട് സീസണിൽ വന്നാൽ ആദ്യം അതെല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് എന്തെങ്കിലും അവശേഷിച്ചാൽ മാത്രമേ അദ്ദേഹം കഴിക്കുള്ളൂ. ഞങ്ങൾക്കെല്ലാവർക്കും തരും. ലാസ്റ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം കഴിക്കും. അതേപോലെ ഏത് സഹോദരി സഹോദരന്മാർ എന്ത് സമസ്യകളും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാലും അതിനുള്ള സമാധാനം കൊടുത്തിട്ടാണ് അവരെ വിടുക. ലാസ്റ്റിൽ അദ്ദേഹത്തിനായിട്ട് ഒരു കാറ് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് യജ്ഞത്തിൽ വന്നു. അദ്ദേഹം ആ പുതിയ വണ്ടിയിൽ ആദ്യം ഇരുന്നില്ല. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ആദ്യം ബാബയുടെ വീട്ടിൽ വന്നു പോകുന്ന സഹോദരി സഹോദരന്മാർക്ക് ആർക്കൊക്കെയാണോ സ്വന്തം വാഹനം ഇല്ലാത്തത് അവരെ എല്ലാവരെയും ആ കാറിൽ കയറ്റി അവരവരുടെ വീടുകളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരും. അതിനുശേഷം ഞാൻ ആ വണ്ടിയിലിരിക്കാം.
ഇപ്രകാരം ഓരോ കർമ്മത്തിൽ നിന്നും അദ്ദേഹം ഒരു പ്രേരണ, ഒരു മാർഗനിർദ്ദേശം സർവർക്കും അദ്ദേഹത്തിൻ്റെ ഓരോ കർമ്മങ്ങളിലൂടെയും തന്നിരുന്നു. അച്ഛ, ഓം ശാന്തി. ഇതാണ് 2-3 പേരുടെ ജീവിതാനുഭവം. ജഗദീഷ് ഭായി എന്ന മഹാവ്യക്തിത്വത്തെക്കുറിച്ച് നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ എല്ലാവരുടെയും ഹൃദയവും മനസ്സും വയറുമെല്ലാം. ബ്രാഹ്മൺ ജീവിതത്തിൽ അത്രയും വലിയ അനുഭവങ്ങളുടെ നിധിയല്ലേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭായ് സാഹിബിൽ നിന്ന്. കുറച്ച് കാര്യങ്ങളാണ് നമ്മളിതുവരെ കേട്ടത്. ഇനി എത്ര പേരുടെ പക്കൽ അദ്ദേഹത്തിനെ പ്രതിയുള്ള എത്ര വിശേഷ അനുഭവങ്ങളുടെ ഖജനാവുണ്ട്. ആലോചിച്ച് നോക്കണം എത്ര മഹാനായിരുന്നു അല്ലേ. നമുക്കും ഇതേപോലെയുള്ള ശ്രേഷ്ഠ ജീവിത ധാരണകളിലൂടെയാണ് നമ്മുടെ ജീവിതത്തെയും മഹിമായോഗ്യമാക്കാൻ കഴിയുക. ഓം ശാന്തി. तेरा तेरा कहते बाबा, तेरा तेरा कहते बाबा, शिव पे हो गया तू बलिहार, शिव पे हो गया तू बलिहार। ब्रह्मा तेरे तन मन ने, ब्रह्मा तेरे तन मन ने विश्व का किया उद्धार, विश्व का किया उद्धार। तेरा तेरा कहते बाबा, तेरा तेरा कहते बाबा। त्याग तेरा बन गया लक्ष्य इस जहान का, त्याग तेरा बन गया लक्ष्य इस जहान का। तेरे तप ने कर दिया पावन मन इंसान का, तेरे तप ने कर दिया पावन मन इंसान का। दिन रात की तेरी सेवा, दिन रात की तेरी सेवा, करे आत्मा का निखार, करे आत्मा का निखार। तेरा तेरा कहते बाबा, तेरा तेरा कहते बाबा।